പ്രിയമുള്ളവരെ, ഇന്ന് കോഴിക്കോട് 2 ദിവസങ്ങൾക്ക് മുമ്പ് കോൺഗ്രസ് നേതാവിന്റെ വീട്ടിന്റെ മുന്നിൽ ചെന്ന് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ച ആ വൃദ്ധൻ മരിച്ചിരിക്കുകയാണ്. മരിക്കുന്നതിന് മുമ്പ് ഒരു വോയിസ് മെസ്സേജ് ഇല്ല, 2-3 വോയിസ് മെസ്സേജ് ഉണ്ടെന്നാണ് BJP നേതാവിന് അയച്ചു കൊടുത്ത വോയിസ് മെസ്സേജ് ഇന്ന് പുള്ളി പത്രസമ്മേളനം നടത്തി അത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും അനുഭാവികൾ നടത്തുന്ന ആ ധനകാര്യ സ്ഥാപനത്തിൽ 75 ലക്ഷം രൂപ പുള്ളിക്ക് കൊടുക്കാണ്ടെന്നാണ് പറഞ്ഞത്. മരുന്നിന് പോലും പൈസ ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നുള്ള പരാതിയിൽ മേലാണ് പുള്ളി ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. 75 ലക്ഷം രൂപ പുള്ളി അവിടെ നിക്ഷേപിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. വേറെ ഏതെങ്കിലും ഒരു പാർട്ടിക്കാരാണെങ്കിൽ എന്തെല്ലാം ബഹളങ്ങൾ ഉണ്ടാക്കിയതിന്. ഒരു മാധ്യമങ്ങളൊക്കെ സൈലന്റ് പാലിക്കുകയാണ്. പുള്ളിയുടെ മരണമൊഴിയാണ് ആ വന്നേക്കുന്ന വോയിസ് മെസ്സേജ്. എന്തുകൊണ്ട് ഇതിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നില്ലെന്നാണ്. രാഷ്ട്രീയ സ്വാധീനമുണ്ടെങ്കിൽ എന്ത് പരിപാടിയും കാണിക്കുക എന്നുള്ള തെളിവല്ലേ ഇത്. ഇന്ന് രാവിലെ മരിച്ച ഇത്രയും നേരം ആയിട്ട് പോലും ഒരു മനുഷ്യനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. എത്ര പാവപ്പെട്ടവർക്ക് വേണ്ടി ഈ ശബ്ദിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഈ പാർട്ടികൾ എന്തുകൊണ്ട് ഇതിനെ അനീതിക്കെതിരെ ശബ്ദിക്കുന്നില്ല? 75 ലക്ഷം രൂപ ഇട്ടിട്ട് ഒരു മരുന്നിന് വേണ്ടി അവരുടെ മുമ്പിൽ ചെന്ന് കെഞ്ചേണ്ടി വന്ന ഒരാളിന്റെ ഒരു അവസ്ഥയാണ്. സ്വന്തം ജീവനെടുക്കേണ്ടി വന്ന ഒരവസ്ഥ. മുമ്പ് ഊഴാളുകൾ സൊസൈറ്റി എന്നും പറഞ്ഞുകൊണ്ട് ഈ സമരം നടത്തിയ ആൾക്കാരൊന്നും ഇപ്പം മിണ്ടുന്നില്ലല്ലോ. അത് LDFന്റെ അണ്ടറിലാണ് എന്നൊക്കെ പറഞ്ഞ് സമരം നടത്തിയ നേതാക്കന്മാരും പാർട്ടിക്കാരൊന്നും ഇപ്പൊ അനങ്ങുന്നില്ല. എന്തുകൊണ്ട് അനങ്ങുന്നില്ല? സർക്കാരൊക്കെ ഇതിനെതിരെ നടപടിയെടുക്കണം. പ്രതികളായിട്ടുള്ള ആൾക്കാരെ അറസ്റ്റ് ചെയ്യണം. ഏത് പാർട്ടിക്കാരനോ ആവട്ടെ. കോൺഗ്രസിലെ ഒരു ഭാഗം ആൾക്കാരാണ് ഇതിന്റെ സംഘടനയിൽ പ്രവർത്തിക്കുന്നത്, ഈ ബാങ്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്ന് അറിയാൻ കഴിയുന്നത്. അവരെയൊക്കെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണം. എല്ലാവർക്കും നല്ലത് വട്ടെ. വീണ്ടും കാണാം.